എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ രേവതിനെ മാക്സിമം കൊച്ചാക്കി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രുതി. അതിനിടയ്ക്ക് സച്ചിക്കിട്ട് ഓരോ പാര വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ വർഷ അതൊന്നും അംഗീകരിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വർഷ പറയുന്നുണ്ട്, എനിക്ക് ശരിക്കും രേവതി ചേച്ചിയെ പോലെ ആകാനാണ് ഇഷ്ടം. കാരണം ഇവർ തമ്മിൽ നന്നായിട്ട് വഴക്കുണ്ടാക്കും, എന്നാൽ പെട്ടെന്ന് കൂടി ചേരുകയും ചെയ്യും, അതിനേക്കാൾ ഏറെ സ്നേഹത്തോട് പെരുമാറുകയും ചെയ്യും. അങ്ങനെ ആകാനാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, കണ്ടു പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആ വഴക്ക് അതുപോലെ അങ്ങ് അനുകരിക്കാതിരുന്നാൽ മതി എന്ന് പറയും കേട്ടോ. അന്നേരം രേവതി പറയുന്നുണ്ട്, അതെ ഇതിനൊക്കെ ഞാൻ പറയേണ്ട രീതിയിൽ മറുപടി തന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിയല്ല. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ശ്രുതിക്ക് നല്ലത്, വിട്ടോ ഇടുന്ന എന്ന് പറയും. എന്നിട്ട് വർഷയോടായിട്ട് പറയുന്നുണ്ട്, വർഷേ നമുക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ വഴക്കുകളെ മനസ്സിലേക്ക് കയറ്റാതെ അങ്ങ് കളഞ്ഞേക്കുക, കൂടുതൽ സ്നേഹത്തോടെ പിന്നീടും ജീവിക്കുക, അതൊക്കെയാണ് നല്ലത്. പരസ്പരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് ജീവിക്കണം, അല്ലാതെ ചിലരെ പോലെ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് അങ്ങനെ ജീവിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല, അതെനിക്ക് ശീലമില്ല എന്നിങ്ങനെ രേവതി പറയുക. അന്നേക്കും വർഷ പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, രേവതി ചേച്ചിക്ക് അടിക്കേണ്ടടുത്ത് തന്നെ അടിക്കാൻ അറിയാലോ എന്ന് പറയുമ്പം പിന്നെ അറിയുകയൊക്കെ ചെയ്യാം, വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പം ശ്രുതിക്ക് കാര്യം മനസ്സിലായി, ശ്രുതി തന്നെയാണ് ഇപ്പം ഫോക്കസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ചളുപ്പും ചമ്മലും ഒക്കെ ശ്രുതിയുടെ മുഖത്തുണ്ട്. പിന്നെ ഈ സമയം 3 ഭർത്താക്കന്മാരുടെ ബാൽക്കണിയിൽ നിന്ന് സംസാരിക്കുമായിരുന്നല്ലോ. അന്നേരം ശ്രീകാന്ത് പറയുവാണ്, ഒരു രക്ഷയില്ല, പ്രേമിച്ച് നടന്ന സമയത്ത് ഇങ്ങനെ പിണക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, എടാ പ്രേമിച്ച് നടക്കുമ്പോഴത്തെ നമ്മുടെ വഴക്കുകളെല്ലാം 2020 പോലെയാണ്, പെട്ടെന്ന് അങ്ങ് തീരും. പക്ഷേ വിവാഹത്തിന് ശേഷം അതൊരു ടെസ്റ്റ് മാച്ച് പോലെയാണ്, പെട്ടെന്നൊന്നും തീരില്ല, ഇങ്ങനെ ബോൾ ഇട്ട് തന്നുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുക. അന്നേരം സച്ചി പറയുന്നുണ്ട്, അത് നേരായി ഇവൻ പറഞ്ഞത്, അങ്ങനെ ബോളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് 6ഉം 4ഉം ഒന്നും അടിക്കരുത്, അതിൻ്റെ രീതികളും സ്വഭാവവും ഒക്കെ മനസ്സിലാക്കി അങ്ങ് ഡിഫെൻഡ് ചെയ്തിടുകയേ ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ. ഈ സമയത്താണ് ശ്രീകാന്തിന് വർഷയുടെ ഫോൺ വരുന്നത്. വർഷ ചോദിക്കാൻ, ശ്രീകാന്ത് എത്ര നേരെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുവാന്ന് പറയുമ്പോഴേക്കും ദേ ഞാൻ വരുവാ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുക കേട്ടോ. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഈശ്വര നമ്മളിവിടെ നിന്ന് സംസാരിച്ച് എന്തെങ്കിലും അവൾ കേട്ട് കാണുമോ, അവൾ ഇവിടെ എങ്ങാനും വന്ന് നിന്നായിരുന്നോ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടാണ് ശ്രീകാന്ത് ഇറങ്ങി പോണേ. അന്നേരം ശ്രുതി ശ്രീകാന്തിനെ കളിയാക്കുക, നാണമില്ലല്ലോ, അവൻ്റെ ഭാര്യേനെ പേടിയാണ്. ആ സമയമാണ് കറക്റ്റ് ശ്രുതിയെ വിളിക്കുന്നത്. അന്നേരം ശ്രുതിയും ഇതുപോലെ തന്നെ, അയ്യോ ഞാനിവിടെ നിൽപ്പുണ്ട്, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞാൽ പേടിച്ചിറങ്ങി പോവാം കേട്ടോ. അന്നേരം സച്ചി ഓർക്കുക, രണ്ടുപേരെയും ഭാര്യമാർ വിളിച്ചു, അവർ പോവുകയും ചെയ്തു, എന്നെ എന്താ എൻ്റെ ഭാര്യ വിളിക്കാത്തത് എന്ന്. അതുകൊണ്ട് സച്ചി അങ്ങോട്ട് രേവതി വിളിച്ചിട്ട് ചോദിക്കും, ഞാൻ എത്ര നേരം ഇങ്ങോട്ട് കയറി പോന്നിട്ട് മറ്റ് 2 ഓട്ടക്കാരുടെയും ഭാര്യമാർ വിളിച്ചു, അവരോട് താഴോട്ട് ചെല്ലാൻ പറഞ്ഞു, അവർ പേടിച്ചിറങ്ങിപ്പോയി, എന്നെ വിളിക്കാൻ ആരുമില്ല, എനിക്കൊരു ഭാര്യ ഇല്ലാത്തതാണോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടന് ഉറങ്ങാൻ വേണ്ടിയല്ലേ മേളിലോട്ട് പോയി, പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് ഉറങ്ങാൻ വേണ്ടി വിളിച്ച് വരുത്തുന്നത്, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ താമസിച്ച് ഉറങ്ങുള്ളൂ എന്ന് പറയുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചേ, എന്നിട്ടൊന്ന് നന്നായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക എന്ന് പറയും. അന്നേരം ചിരിച്ചിട്ട് രേവതി ഫോൺ കട്ട് ചെയ്യാൻ പറയും. എന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട്, സച്ചിൻ അവിടെ എന്തെടുക്കുക, കുറേ നേരം ആയാലോ പോയിട്ട് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അന്നേരം സച്ചി, അയ്യോ ഞാൻ ഇപ്പം തന്നെ വന്നേക്കാവേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭവ്യതയോടുകൂടി സംസാരിക്കുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അന്നേരം മറ്റേ 2 പേര് ഇങ്ങനെയൊക്കെയാണ് ഭാര്യയോട് പെരുമാറുന്നത്, അതുപോലെ ഞാനൊന്ന് പെരുമാറിയേക്കാം എന്നോർത്താണ് എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, സച്ചിൻ അങ്ങനെ ഒന്നും പെരുമാറണ്ട, ഇത്രയും നാളും എങ്ങനെയാണോ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി, അതാ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സച്ചിയോട് കിടന്ന് ഉറങ്ങിക്കോ, എനിക്ക് രാവിലത്തേക്ക് കൊടുക്കാനുള്ള കുറച്ച് പൂ കെട്ടാനുണ്ട്, താമസിച്ച് ഞാൻ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും വർഷം അങ്ങോട്ട് വരും. എന്നിട്ട് അവിടെ കെട്ടി വെച്ചിരുന്ന ഒരു മുല്ലപ്പൂമാല ഇങ്ങ് എടുക്കും കേട്ടോ. അന്നേരം രേവതി പറയുന്നുണ്ട്, അയ്യോ അതൊക്കെ നാളെ കസ്റ്റമറിന് കൊടുക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ, അതിനല്ലേ ഞാൻ അവിടെ പൈസ വെച്ചേക്കുന്നത്, എനിക്കിത് മതി എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, നാളെ രാവിലത്തേക്കാണെങ്കിൽ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് നിനക്ക് കെട്ടിത്തരാമെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഇത് മതി, ഇപ്പോഴത്തെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ ചുറ്റിക്കൊണ്ട് പോവാണ്. ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിരിപ്പുണ്ട് രേവതി. ഈ സമയം ശ്രുതി റൂമിൽ ചെന്നായിരുന്നല്ലോ. അന്നേരം ശ്രുതിയെ ക്വസ്റ്റ്യൻ ചെയ്യുക, എന്താണ് സച്ചിയോട് സംസാരിച്ചത്, എന്നെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരു കുറ്റവും പറഞ്ഞില്ല, ഞാൻ സച്ചിയോട് സംസാരിച്ചു പോലുമില്ല, ഞാൻ എൻ്റെ റേഞ്ചിലുള്ളവരോട് സംസാരിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ ശ്രീകാന്തിനോട് മാത്രമേ സംസാരിച്ചുള്ളൂ എന്ന് പറയും. അന്നേരം ശ്രുതി ചോദിക്കും, ശ്രീകാന്തിനോട് എന്താ സംസാരിച്ചത്, എൻ്റെ കുറ്റമാണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുമ്പം ശ്രുതി പറയുക, നാളെ ഞാൻ ശ്രീകാന്തിനോട് ചോദിക്കുക എൻ്റെ കുറ്റം വല്ലതും ആണോ പറഞ്ഞതെന്ന്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി പോവുക. അന്നേരം ശ്രുതി ഓർക്കുക, ഈശ്വര അവൻ എന്തെങ്കിലും വിളിച്ച് പറയുമോ ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വർഷയെപ്പറ്റി
പറഞ്ഞത് 4 ഇരട്ടിയായിട്ട് ഞാനും തിരിച്ച് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ശ്രുതി മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ നേരം വെളുത്തു, മാല കെട്ടി വെച്ചിരുന്നെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നു രേവതി. അത് അങ്ങ് വാടി പോകാതിരിക്കാൻ വേണ്ടി അത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് കാണുവാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ചന്ദ്ര വന്നിട്ട് ചോദിക്കുവാണ്, പച്ചക്കറി വയ്ക്കാനുള്ള ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് നിൻ്റെ പൂവൊക്കെ കയറ്റി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം പൂ വാടാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് എന്ന് രേവതി പറയും. അന്നേരം ചന്ദ്ര പറയുവാണ്, നീ ഇങ്ങോട്ട് കയറി വന്നത് ഈ വീട് മൊത്തത്തിൽ വാടി തുടങ്ങിയെന്ന് പറയുമ്പം രേവതി പറയും, അതെ, പൂ വാടാതിരിക്കാൻ വേണ്ടി ഞാൻ വെള്ളം തളിച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്, അതുപോലെ വേണമെങ്കിൽ ഈ വീടിന് ഞാൻ വെള്ളം തളിച്ച് കൊടുക്കാമെന്ന് പറയുമ്പം നിൻ്റെ നാക്കിന് ഇത്തിരി നീളം കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അന്നേരം രേവതി, ഇല്ലമ്മ, എൻ്റെ നാക്കിന് നീളം ഒന്നും കൂടിയിട്ടില്ല, വേണേ നോക്കുക എന്ന് പറഞ്ഞാൽ നാക്ക് നീട്ടി കാണിക്കുക. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത്, ഈ വീട്ടിലെ പണിയൊക്കെ ആര് ചെയ്യുമെന്ന് ഓർത്താൽ നീ ഇറങ്ങി പോകുന്നേ എന്ന് വയ്ക്കും. അന്നേരം രേവതി പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിലെ എല്ലാ പണികളും തീർത്തിട്ടാണ് പോകുന്നത്, ചോറും കറികളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അമ്മ അത് വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി, അതുപോലെ അച്ഛനും കൊടുത്തേരെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയ്ക്ക്. അന്നേരമാണ് അങ്ങോട്ട് വർഷയുടെ അമ്മ വരുന്നത്. കാണുന്നത് രണ്ടുപേർക്കും പരസ്പരം ചെറിയ ചമ്പലൊക്കെ ഉണ്ട്. ഏതായാലും വർഷയുടെ അമ്മ അകത്തോട്ട് കയറി വരുന്നു. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, ഏതായാലും അന്ന് നടന്ന സംഭവം ഒന്നും മനസ്സിൽ വെച്ചില്ലല്ലോ, അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. എന്നിട്ട് ശ്രുതിയെ വിളിച്ച് വരുത്തും. എന്നിട്ട് പറയുവാണ്, രേവതി ഇവിടെ ഇല്ല ചായ ഇടാൻ, അതുകൊണ്ട് നീ ഒരു ചായ ഇട്ടുകൊണ്ട് വാന്ന് പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടും അടുക്കളയിലേക്ക്. എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, വർഷം ഇങ്ങോട്ട് വരികയില്ല എന്നോർത്ത് എനിക്ക് ആകെ വിഷമമായിരുന്നു എന്നൊക്കെ പറയുമ്പം ആ ക്രെഡിറ്റ് അങ്ങ് തട്ടിയെടുക്കുവാണ് നമ്മുടെ മഹിമ പറയുവാണ്, അവൾ ഇങ്ങോട്ട് വരുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന, ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും പെൺകുട്ടികൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് പൂ മേടിക്കാനായിട്ട് ഒരു സ്ത്രീ വരും. അവർ പൂക്കാരിയമ്മ എന്നാണ് ചന്ദ്രയെ വിളിക്കുന്നത്. അത് ചന്ദ്രയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുകയില്ല. അന്നേരം അവർ പറയുന്നുണ്ട്, പൂ കിട്ടുന്നവരെ പൂക്കാരി അമ്മയെന്നല്ലാതെ പാൽക്കാരി എന്ന് വിളിക്കാൻ പറ്റുമോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ വിളിച്ചത്, രേവതി ഇവിടെ പൂ കെട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്ത് തരാമോ എന്ന് ചോദിക്കും. അന്നേരം ഭയങ്കര നാണക്കേട് ചന്ദ്രയ്ക്ക്. ചന്ദ്ര ഇത് എടുക്കാൻ പോകില്ല. പക്ഷെ അവർ പൂ മേടിക്കാതെ പോകില്ല, അവരവിടെ നിന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം മഹിമ പറയും, കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുക, അവരങ്ങ് പോയിക്കോളൂല്ലോ എന്ന് പറയും. വേറെ നിവൃത്തിയില്ലാതെ സങ്കടപ്പെട്ട് ചന്ദ്ര ഫ്രിഡ്ജിൽ നിന്ന് പൂവ് എടുത്തുകൊണ്ട് വരും. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രുതി അടുക്കളയിൽ ചായ ഇടുമായിരുന്നു. അപ്പോൾ ശ്രുതി മനസ്സിലോർക്കുക, ഈ ഒരു കാര്യമില്ലാതെ എന്നെ ഇട്ട് ചാടിക്കാറുള്ളതല്ലേ ഇടയ്ക്ക്, ഇങ്ങനെയൊക്കെ കിട്ടുന്നത് നല്ല കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രുതി മനസ്സിലോർക്കുന്നത്. ഏതായാലും ആ കവറോട് കൂടി അവരുടെ കയ്യിലോട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ പറയും, എനിക്ക് ഇത്രയും പൂവൊന്നും വേണ്ട, എനിക്ക് 3 മുഴം മതി, അതൊന്ന് അളന്ന് തരാൻ പറയും. അന്നേരം അവരോട് അളന്നെടുത്തോളാൻ പറയുമ്പം തരുന്നവരാണ് പൂ അളന്ന് തരേണ്ടത്, എന്ന് പറഞ്ഞ് നിൽക്കും കേട്ടോ അവർ. വേറെ നിവൃത്തിയില്ല, നാണം കിട്ടി നിൽക്കുവാണ്. പിന്നെ ഒരു വീതം ഒന്ന് അളന്നു കൊടുക്കുന്നതേക്കും കളിയാക്കാൻ വേണ്ടി മഹിമ പറയും, ആഹാ, ചന്ദ്രയ്ക്ക് നന്നായിട്ട് അളന്നു കൊടുക്കാനൊക്കെ അറിയാലോ എന്ന്. ഏതായാലും അത് അളന്നു കൊടുത്ത് പൈസയും ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരങ്ങ് പോയി കഴിയുമ്പോൾ അതങ്ങ് ഭയങ്കര നാണക്കേടായിട്ടോ ചന്ദ്രയ്ക്ക്. ചന്ദ്ര അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മഹിമ എഴുന്നേക്കും. ഏതായാലും ഞാൻ പോകുക കേട്ടോ, ഇവിടെ ചന്ദ്രയ്ക്ക് ഒരുപാട് പണിയുള്ളതല്ലേ, പൂവ് ചോദിച്ച ആൾക്കാർ വരുമ്പോൾ പൂ എടുത്ത് കൊടുക്കാനുള്ളതൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ പോകുക കേട്ടോ എന്ന് പറയും. എന്നിട്ട് പോകുന്നതിന് മുമ്പ് ചന്ദ്രയോട് പറയുവാണ്, അതെ, എനിക്കൊരു 200 രൂപയ്ക്ക് പൂ തരാമോ, വീട്ടിൽ ഒരു പൂജയുണ്ട്, അതിൻ്റെ ആവശ്യത്തിനാണ്. അന്നേക്കും ചന്ദ്രയ്ക്ക് അത് ഭയങ്കര നാണക്കേടായിട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇനി അടുത്ത 2 ദിവസത്തെ എപ്പിസോഡിലെ കഥ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇവിടെ വന്ന് പൂ മേടിച്ചുകൊണ്ട് ആൾക്കാർ പോകുന്നത് ഭയങ്കര നാണക്കേടായിട്ട് തോന്നിയതുകൊണ്ട് ചന്ദ്രയ്ക്ക് എങ്ങനെയെങ്കിലും ആ കട അവിടെ നിന്ന് ഒഴിപ്പിക്കണം. ഇനി എന്താണ് ഒരു മാർഗ്ഗം എന്നറിയാൻ വേണ്ടി ഭാമയെ വിളിക്കൂ കേട്ടോ. വിളിച്ച് കഴിയുമ്പോൾ ഓർക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയേണ്ടി വരില്ലേ എന്നോർത്ത് ചുമ്മാ പിച്ചുമേയും പറയുന്ന പോലെ എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് വയ്ക്കും. അന്നേരം ഭാമ ഓർക്കുന്നുണ്ട്, ഇതെന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന്. ഞാൻ വെറുതെ വിളിച്ചതാ, നീ എവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ അങ്ങ് വെച്ചു. അന്നേരം സംശയം തോന്നുന്ന ഭാമ ശ്രുതിയെ വിളിച്ചു ചോദിക്കും, എന്താ ചന്ദ്ര എന്നെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു, അവൾ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവം മൊത്തം ശ്രുതി നല്ല എടുപ്പായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കും. അന്നേരം അതാണോ, അവൾക്ക് ഭയങ്കര വിഷമമായി കാണുന്ന, നാണക്കേടായില്ലേ, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഫോൺ വയ്ക്കും. അന്നേക്കും ചന്ദ്ര ശ്രുതിയുടെ അടുത്തോട്ട് വരും. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കും, ആരെ വിളിച്ചതെന്ന്. അന്നേരം ഇങ്ങനെ ഭാമാൻ്റെ വിളിച്ചിട്ട് ചോദിച്ചു എന്ന് പറയുമ്പോൾ, നീ എല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, നടന്ന കാര്യങ്ങളെ പറഞ്ഞോളൂ എന്ന് പറയും. അന്നേരം ചന്ദ്രയ്ക്ക് അത് ഭയങ്കര നാണക്കേട്. ചന്ദ്ര ചോദിക്കുവാണ്, ആ കട അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രുതി പറയുവാണ്, ഒരു മാർഗ്ഗമുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടെ കട തുടങ്ങുമായിരുന്നല്ലോ സച്ചി, അതുകൊണ്ട് തന്നെ കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ അനുമതിയൊന്നും മേടിച്ചിട്ടുണ്ടാകില്ല, അതുകൊണ്ട് നമുക്കൊരു പരാതി അങ്ങ് വിളിച്ച് പറയാം, അവിടെ പൂക്കട ഉള്ളത് കൊണ്ട് ഈ പൂവിൻ്റെ വേസ്റ്റൊക്കെ അവിടെ ഇടുന്നതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് അതിനകത്ത് കൊതുകും അതൊക്കെ വരുമല്ലോ, അപ്പോൾ ഒരു ശല്യമാണ് ഞങ്ങൾക്ക് അവിടെ ചുറ്റുപാടുള്ള വീട്ടുകാർക്ക് എന്നൊക്കെ പറഞ്ഞൊരു പരാതി അങ്ങ് കൊടുക്കാം. അന്നേരം പഞ്ചായത്തുകാർ ലൈസൻസ് ഇല്ലാത്തൊരു കടയായതുകൊണ്ട് അതങ്ങ് അവിടെ നിന്ന് ഒഴിപ്പിച്ചോളൂ എന്ന് പറയും. അന്നേരം നല്ല ഐഡിയ, നീ അതങ്ങനെ ചെയ്യുക എന്ന് പറയുവാണ് ചന്ദ്ര. അതനുസരിച്ച് ശ്രുതി കോർപ്പറേഷനെ വിളിച്ച് പറയുന്നു, പഞ്ചായത്തിൽ വിളിച്ച് പറയുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പഞ്ചായത്തിൽ നിന്ന് ആൾ വരുവാണ്. അപ്പം നമ്മുടെ രേവതി പൂ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്നത് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് ഈ കടയിൽ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോകണം.
അതൊക്കെയും രേവതിക്ക് ഭയങ്കര സങ്കടവും. രേവതി അവരോട് വന്ന് ഒരുപാട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നല്ല വൃത്തിയായിട്ടാണ് നോക്കുന്നത്, ഒരു പൂ പോലും ഞാൻ താഴെ ഇടാറില്ല അതാന്നൊക്കെ പറയും. അതൊക്കെ ഇത് കണ്ടുകൊണ്ട് രവി പന്നുണ്ട്. രവിയും സംസാരിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, ഇവിടുന്ന് ഈ പരിസരത്ത് നിന്ന് പരാതി വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ലൈസൻസ് ഇല്ലാതെയല്ലേ കട തുടങ്ങിയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടി വേണമെങ്കിൽ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തോ, പക്ഷേ കട തുടങ്ങാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ രേവതിയുടെ കട പൂട്ടുന്നു. ആകെ സങ്കടമാകുന്നു. അപ്പോൾ ഈ കടയുടെ അവിടെ നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ശ്രുതിയും ചന്ദ്രയും കൂടെ വന്ന് കാണുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഏതായാലും വീട്ടിൽ വന്നതിന് ശേഷം ആകെ സങ്കടപ്പെട്ട് ഇരിക്കുവാണ് രേവതി. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് രവി. അന്നേരം അങ്ങോട്ട് സച്ചു തന്നെ. സച്ചു ചോദിക്കും, കട എന്തിയാ, കട ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും സച്ചി. അന്നേരം ഈ സംഭവങ്ങളൊക്കെ പറയുന്നു. അന്നേരം സച്ചിക്ക് സംശയമുണ്ട്. ഫോൺ വിളിച്ച് പറഞ്ഞത് ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും, അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യാൻ വഴിയില്ല എന്ന് പറയും. അന്നേരം രവി പറയുന്നുണ്ട്, ആരാ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, വഴിയെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് രവിയും പറയുന്നുണ്ട്. പക്ഷേ രേവതിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. രേവതി സങ്കടപ്പെട്ട് റൂമിലേക്ക് പോകുന്നു. അന്നേരം ചന്ദ്ര സച്ചി വരുന്നതിന് മുമ്പ് രേവതിയോട് പറയുന്നുണ്ട്, നീ വലിയ പൂക്കാരിയായിട്ട് സമ്പാദിക്കാൻ വേണ്ടി നടന്നതല്ലേ, ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, നിനക്ക് ഈ അടുക്കളയിൽ പണിയെടുക്കാനുള്ള യോഗമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈശ്വരൻ തന്നെ അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞതെന്നൊക്കെ പറഞ്ഞ് രേവതി പിന്നെയും കുത്തി. രേവതിക്ക് ആകെ വിഷമമാവുക കേട്ടോ. എന്നിട്ട് പിന്നീട് ഭക്ഷണമൊന്നും കഴിക്കാതെയൊക്കെയാണ് ഇരിക്കുന്നത് വൈകിട്ടായിട്ടും. എന്നിട്ട് സച്ചി വന്ന് കഴിയുമ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, ഈശ്വരൻ പോലും എൻ്റെ കൂടെ ഇല്ലല്ലോ, ഞാൻ ഒന്ന് ജീവിച്ച് തുടങ്ങിയെന്ന് തോന്നി തുടങ്ങിയത് ഇപ്പോഴാണ്, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നി തുടങ്ങിയത്, അതും ഇല്ലാണ്ടാക്കി, ഇനി ഞാൻ ഇവിടുത്തെ അടുക്കളയിൽ തന്നെ കിടന്നോളാം, അതായിരിക്കും ഈശ്വരനും ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ സച്ചിക്ക് ആകെ വിഷമാവും കേട്ടോ. സച്ചി പിറ്റേ ദിവസം ടാക്സി സ്റ്റാൻഡിൽ ചെല്ലുമ്പോഴും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് ആകെ സങ്കടം. അപ്പോൾ കൂട്ടുകാർ ചോദിക്കും, കാര്യം എന്താ നിൻ്റെ മുഖത്തൊരു വിഷമം എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര സങ്കടമാവും. അപ്പോൾ അവർ ചോദിക്കും, നമുക്ക് കട വേറൊരിടത്ത് ഇട്ട് കൊടുക്കാമെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അങ്ങനെയല്ല, അവൾക്ക് അവിടെ കടയുള്ളത് കൊണ്ട് തന്നെ കുറേ ഓർഡറൊക്കെ കിട്ടുന്നതായിരുന്നു, അതിപ്പം ഇല്ലാണ്ടാവില്ലേ വേറെ സ്ഥലത്തേക്ക് മാറ്റുമ്പം എന്ന് പറയും. അന്നേരമാണ് കൂട്ടുകാരനൊരു ഫോൺ വരുന്നത്. അവൻ ഈ ഓൺലൈനിൽ ഓരോന്ന് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുവാണ്, അതിനിപ്പം ആൾക്കാരൊന്നും കടയിൽ പോയി ഒന്നും മേടിക്കുന്നില്ലല്ലോ, എല്ലാം ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുമല്ലേ, പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഫോൺ കോൾ അവസാനിപ്പിക്കുന്നത്. അന്നേരം അത് കേൾക്കുമ്പോഴാണ് സച്ചിക്ക് ഒരു തോന്നൽ, ഓൺലൈനായിട്ടാണ് വെച്ചാൽ ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് ഒരു സ്കൂട്ടറും മേടിച്ച് അതിൻ്റെ അകത്ത് പൂ കെട്ടി കൊണ്ടു നടന്ന ഓരോരുത്തരും ഫോൺ വിളിച്ച് പറയുമല്ലോ, അതനുസരിച്ച് വീടുകളിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ ഓർഡർ കിട്ടും, നമുക്ക് അങ്ങനെ ഒരു ഐഡിയ നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരെല്ലാം സമ്മതിക്കും, അത് നല്ല ഐഡിയ എന്ന് പറയും. എന്നിട്ട് ഒരു സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി തീരുമാനിക്കുവാണ്. എന്നിട്ട് അവിടെ ആദ്യമേ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള കൂട്ടുകാരുടെ കയ്യിൽ നിന്നെല്ലാം ഉള്ള പൈസ മേടിക്കും. എന്നിട്ട് സ്കൂട്ടർ മേടിക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ കൂട്ടുകാർ കൂടെ ചെല്ലാമെന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ പോയി നോക്കിക്കോളാം, നിങ്ങളുടെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി തന്നെ പോകുന്നു. എന്നിട്ട് രേവതി വിളിച്ച് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ട കളർ ഏതാണ്. എന്നിട്ട് രേവതി ഓർക്കും, രേവതി ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്, വല്ല സാരിയും മേടിക്കാനായിരിക്കും എന്ന് ആദ്യം ഓർക്കുന്നത്. ഏതായാലും കളറൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരെയും സച്ചി പുറത്തേക്ക് വരാൻ പറഞ്ഞ് വിളിക്കുവാണ്. അന്നേരം എല്ലാവരും പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും സ്കൂട്ടർ കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം രവി ചോദിക്കുന്നത്, ആരുടെ ഇട സ്കൂട്ടർ എന്ന് ചോദിക്കുമ്പോൾ ഇത് രേവതിക്ക് വേണ്ടി മേടിച്ചതാണെന്ന് പറയുമ്പോൾ രേവതിക്ക് കാര്യമൊന്നും മനസ്സിലാവില്ല, എന്തിനാ എനിക്ക് സ്കൂട്ടർ, അത് ഇങ്ങനെ കാശ് മുടക്കിപ്പോൾ ഇത് മേടിക്കണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരമാണ് സച്ചി പറയുന്നത്, ഇത് ഇനി മൊബൈൽ പൂക്കടയാണ് എന്ന് പറയും. ഇതിൻ്റെ ബാക്കിൽ ഒരു വലിയ പെട്ടി വെക്കും, ഒരു 500 പൂ കൊള്ളാവുന്ന പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് നിനക്ക് പൂ കെട്ടി ഓരോരുത്തരും വിളിച്ച് പറയുന്നതനുസരിച്ച് അവരവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുക, അതാകുമ്പോൾ കൂടുതൽ ഓർഡറും കിട്ടും, നിനക്കും നല്ലത്, അതാണ് ഇപ്പം ന്യൂജൻ രീതിയിലുള്ള കച്ചവടമാണ്, വിജയിക്കുള്ളൂ എന്നൊക്കെ പറയുവാണ്. ഏതായാലും ഇത് കേൾക്കുന്ന രേവതിക്കും ഭയങ്കര സന്തോഷം, രവിക്കും അതുപോലെ വർഷയ്ക്കും ശ്രീകാന്തിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. സങ്കടമുള്ളത് നമ്മുടെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും മാത്രമാണ്. അന്നേരം രേവതി പറയുന്നുണ്ട്, എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഒരു സ്ഥലത്ത് തന്നെ നിന്ന് അങ്ങ് കച്ചവടം ചെയ്യുന്നതിലും നല്ലത് ഇതാണ് എന്ന് പറയുന്നു. അപ്പം രവി പറയുന്നുണ്ട്, കണ്ടോ ഒരു മാർഗം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞപ്പം ഈശ്വരൻ വേറൊരു നല്ല മാർഗം കൊണ്ട് തന്നതുണ്ടോ, ഇങ്ങനെയാണ് നല്ല മനുഷ്യരെ ഈശ്വരൻ കാക്കുന്നത് എന്ന് രവി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഹൃദയം തകർന്ന് ആകെ വിഷമിച്ച് നിൽക്കുവാണ് ശ്രുതിയും ചന്ദ്രയും. ശ്രുതിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം രേവതിയാണെങ്കിൽ സച്ചിക്ക് കാർ എടുത്തു കൊടുക്കുന്നു, സച്ചിയാണെങ്കിൽ തിരിച്ച് രേവതിക്ക് സ്കൂട്ടർ എടുത്തു കൊടുക്കുന്നു. അവരെല്ലാം വലിയ വലിയ നിലയിലേക്ക് പോകുമല്ലോ, എനിക്ക് മാത്രം ഒന്നും ഇല്ലല്ലോ എന്നോർത്ത് ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന ശ്രുതിയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അടുത്ത ഒരു 3-4 എപ്പിസോഡുകളിൽ വരുന്ന കഥയാണ്.